ഉണ്ണിമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, KCC ഒരുക്കുന്ന ഈ വചന ശുശ്രൂഷയായ വചനമൊഴികളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം നമ്മൾക്ക് ദൈവകൃപ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞവരുടെ അടുത്തേക്ക് ദൂതൻ വന്നു എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവകൃപ നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് മാലാഖമാര് വന്നു ചേരാൻ അവർക്കും ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവകൃപ നിറഞ്ഞവരായി മാറാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ബൈബിളില് ദൈവകൃപ നിറഞ്ഞ മറ്റൊരു ഭാഗം പറയുന്നത് 2 കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ്. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ബലഹീനരാണ്. നമ്മളൊക്കെയും ചിലപ്പോഴൊക്കെ തിന്മയിൽ അകപ്പെട്ടു പോകാറുണ്ട്, പാപങ്ങളിൽ ചെന്ന് വീഴാറുണ്ട്. പക്ഷെ ഇവിടെയൊക്കെയും നമുക്ക് ആവശ്യം നമ്മുടെ ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ വീഴ്ചകളില്, നമ്മുടെ തകർച്ചകളിലൊക്കെയും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ ദൈവത്തിന്റെ കൃപ തന്നെയാണ്. 3-ാമതായിട്ട് പറയാനുള്ളത്, സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ഈ കൃപയിൽ നിന്നുമാണ്. നമുക്കറിയാം, ഇന്നത്തെ ഈ ലോകം വളരെ സങ്കീർണത നിറഞ്ഞതാണ്. സാത്താന്റെ പല തന്ത്രങ്ങളും നന്മയിൽ പൊതിഞ്ഞ തിന്മകളായിട്ടാണ് നമ്മിലേക്ക് എത്തുക. നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നത് ചിലപ്പോഴൊക്കെയും ഈശോയ്ക്ക് മുമ്പിൽ വളരെ പാപമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ജ്ഞാനം, ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു ജ്ഞാനവും നമുക്ക് ലഭിക്കുന്നത് ഈ ദൈവകൃപയിലൂടെയാണ്. 4-ാമത്തെ കാര്യം, എളിമയും ശാന്തവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ ദൈവകൃപ എന്നുള്ളത്. ദൈവകൃപ നിറഞ്ഞ മറിയം എലിസബത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ, മറിയത്തിന്റെ അഭിവാദ്യ സ്വരം ശ്രവിച്ചപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുകയുണ്ടായി. അത് സന്തോഷം കൊണ്ടുള്ള കുതിച്ചുചാട്ടമാണ്. അപ്പോൾ ഈ ഒരു ദൈവകൃപ നമുക്ക് സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. ദൈവകൃപ നിറഞ്ഞ നമ്മൾ മറ്റുള്ളവരുടെ സന്നിധിയിലേക്ക്, മറ്റുള്ളവരുടെ മുൻപിൽ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കാം. 1, ദൈവകൃപ നിറഞ്ഞുമ്പോൾ മാലാഖമാർ പോലും, ദൈവദൂതന്മാർ പോലും നമ്മുടെ അടുത്തേക്ക് വരുന്നു. 2-ാമത്, നമ്മുടെ ബലഹീനതയിൽ ഈ ദൈവകൃപയാണ് നമുക്ക് ഏറ്റവും ശക്തി പകരുന്നത്. 3, സാത്താന്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപാധി ദൈവത്തിന്റെ ഈ ഒരു കൃപയാണ്. 4-ാമത്തെ കാര്യം, എളിമയും ശാന്തതയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സ്വർഗീയ അനുഭവമാണ് ഈ ദൈവകൃപ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു 25 ദിവസവും ദൈവത്തിന്റെ കൃപയിലായിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ കൃപ നിറഞ്ഞവരായി, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവരായി, ദൈവത്തിന്റെ സമാധാനം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഉണ്ണിമിശിഹ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.